ഹായ് ഹലോ വെൽക്കം ടു DNA ലേണിംഗ്. ഞാൻ എവ്ലിൻ മേരി ജോസഫ്. May 4th അതെ NEET 2025 ആകാൻ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര നാളും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ തലയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കണ പോലെ തോന്നാം, അല്ലെങ്കിൽ ഒരു ഫുൾ പുകമയായിരിക്കും. പക്ഷെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. ഈ ഒരു വർഷമായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഇത്ര നാൾ നിങ്ങൾ വർക്ക് ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം ഈ ഒരു മാസം ഇസ് എ ക്രൂഷ്യൽ ഫാക്ടർ ഇൻ NEET 2025. ബിക്കോസ് ഇവിടെ നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചിട്ടായിരിക്കും നിങ്ങൾ എങ്ങനെ ആ എക്സാം ഹാളിൽ പെർഫോം ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാവുക. സോ എങ്ങനെ ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ റിവിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. സോ ഈ വീഡിയോ മുഴുവൻ കാണുക, കാരണം ഇതൊരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ആദ്യം തന്നെ കാമായിട്ട് വെക്കുക. കാരണം കുറേ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു അവർക്ക് എത്ര ട്രൈ ചെയ്തിട്ട് 600+ ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. കോൺസ്റ്റൻ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ 500 to 600 തന്നെയാണ് മാർക്ക് റേഞ്ച് വരുന്നത്. എന്താ ചെയ്യേണ്ടത്, എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അല്ല അറിയുന്നത്. അത് നിങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ ടെൻഷൻ അടിച്ച് കളയാതെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് ചിന്തിക്കേണ്ടത്. കോൺഫിഡൻസ് ഒട്ടും കളയേണ്ട, കാരണം നിങ്ങൾക്ക് ഉള്ളത് തന്നെയാണ് NEET 2025. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റിവിഷൻ എന്ന് പറയുന്ന കാര്യമാണ് നിങ്ങൾ ഏറ്റവും അധികം ഈ ഒരു മാസം ചെയ്യേണ്ടത്. ഇറ്റ് ഇസ് റീവിഷൻ, അല്ലാതെ ന്യൂ വിഷൻ അല്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ഈ ഒരു മാസം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ആദ്യം തൊട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് റിവൈസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതായത് ഒരു ചാപ്റ്റർ നിങ്ങൾ 1 മണിക്കൂർ എടുത്ത് റിവൈസ് ചെയ്യുന്നതിന് പകരം അതൊരു മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് എടുത്ത് ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുക. അതൊരു 3-4 തവണ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബ്രെയിനിൽ ഫിക്സ് ആവും. ആ ഒരു രീതിയിൽ റിവൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫോർമുല ബുക്ക്, മൈൻഡ് മാപ്സ്, ഷോർട്ട് നോട്ട്സ്, ഈ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ തവണ യൂസ് ചെയ്ത് കൂടുതൽ തവണ കണ്ണിലിങ്ങനെ വായിച്ചാൽ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റ് ഏതൊരു എക്സാം ആയാലും മോക്ക് ടെസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഒരു NCERT ഫുൾ വായിച്ചു, നമ്മൾ തിയറി കുറേ വായിച്ചു, റിവൈസ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ്. കാരണം നമ്മുടെ സില്ലി മിസ്റ്റേക്സ് മനസ്സിലാകാനും അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയാനും നമ്മൾ മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. നമ്മൾ ഇപ്പോഴും നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും അറ്റൻഡ് ചെയ്യുക. കൂടിപ്പോയാൽ ഒരു നഷ്ടം ഉണ്ടാകുന്നില്ല. പിന്നെ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ടൈമിംഗ് വെക്കുക. അത് നമ്മുടെ നീറ്റ് എക്സാം എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? 2 to 5 ആണ്, ഉച്ച കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2 to 5 ഒരു ടൈമിംഗ് വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ പുതിയതായിട്ട് സ്ട്രാറ്റജീസ് ഒന്നും പ്ലാൻ ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം നിങ്ങൾ ഏത് രീതിയിലാണ്, ആദ്യം ബയോളജി ആണോ, അതേ കെമിസ്ട്രി ആണോ, അത് ഫിസിക്സ് ആണോ അറ്റൻഡ് ചെയ്യേണ്ടത്, എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. പുതിയതായിട്ടൊരു സ്ട്രാറ്റജിയോ ടെക്നിക്കോ ഒന്നും കണ്ടുപിടിക്കേണ്ട. കാരണം ഈ ഒരു സ്ട്രാറ്റജി ആയിരിക്കും നിങ്ങൾ അവിടെ എക്സാം ഹാളിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നല്ല വൃത്തിക്ക് ടൈമിംഗ് വെച്ച് സ്പീഡിൽ ഒരു 180-200 ക്വസ്റ്റ്യൻസ് ഒക്കെ നീറ്റ് രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്തൊരു കീ കമ്പോണൻ്റ് ആണ് നമ്മുടെ പ്രിപ്പറേഷനിൽ. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് വായിക്കുന്നതായിക്കോട്ടെ, വീഡിയോസ് കാണുന്നതായിക്കോട്ടെ, ഇതൊക്കെ ചില കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്ത് നിന്ന് ഒരു കാര്യം തന്നെ പല സ്ഥലത്ത് പോയി ചെയ്യുന്നത്. പല പ്ലാറ്റ്ഫോംസിൻ്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, പല പ്ലാറ്റ്ഫോംസിൻ്റെ വീഡിയോസ് കാണുക. ഇതിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലായിടത്തും പറയുന്നത് സെയിം കാര്യമാണ്. നിങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്. അല്ലാതെ 10 സ്ഥലത്ത് പോയി 10 കാര്യങ്ങൾ പഠിക്കേണ്ട. കാരണം അത് നിങ്ങൾ ടൈം വേസ്റ്റേജ് മാത്രമാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. സ്റ്റിക്ക് ടു 1 പ്ലാറ്റ്ഫോം ഓഫ് 1 റിസോഴ്സ് ടു നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക. അല്ലാതെ പല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പല വഞ്ചിയിൽ കാല് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് കേട്ടിട്ടില്ല. അതുപോലെ നിങ്ങൾ പല ഇതിനകത്ത് കാല് കുത്താതിരിക്കുക. ഒരു സ്ഥലത്ത് തന്നെ സ്റ്റിക്ക് ചെയ്യുക. ഇനി ഓരോ സബ്ജക്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ ഫിസിക്സിൻ്റെ കാര്യം ഞാൻ പറയും ഫോർമുല ബുക്ക് മാത്രം നിങ്ങൾ എല്ലാ ദിവസവും വായിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യം കഴിഞ്ഞു എന്ന്. കാരണം നമ്മൾ ഈ ഒരു വർഷം ഫുള്ള് റെഫർ ചെയ്ത ആ ഒരു ഫോർമുല ബുക്ക് പിന്നെയും ഡെയിലി റിവൈസ് ചെയ്യുക. പിന്നെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റൗണ്ട് സ്റ്റാർ മാർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. PYQs ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ചാപ്റ്റേഴ്സിൽ ചെയ്യുക. അതാണ് ഞാൻ ഫിസിക്സിന് വേണ്ടി പറയാം. പിന്നെ ബയോളജി നമുക്കറിയാം നമ്മൾ കുറേ തവണ ഒരുപാട് 10-15 തവണ ഓരോ ചാപ്റ്റേഴ്സ് NCERT ഒക്കെ ഇപ്പോൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. വായിച്ചു കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി സമയമുണ്ട് വായിക്കാൻ. പക്ഷെ വായിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഇനി വായിക്കേണ്ട, ഞാനൊരു പ്രോ ആയി എന്നൊക്കെ വിചാരിച്ച് മാറിയിരിക്കേണ്ട. കാരണം ഇനി വായിച്ചു ഈ ഒരു മാസമാണ് നിങ്ങൾ
ഏറ്റവും കൂടുതൽ NCERT റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ടത്. കാരണം ആ ഒരു ലൈൻസ്, ഡയഗ്രാം, സമ്മറി പോയിന്റ്സ് ഒക്കെ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഇങ്ങനെ ഫിക്സ് ആവണം. നിങ്ങളിങ്ങനെ പേജ് നമ്പർ ഓർക്കുമ്പോൾ ഫുൾ ഇങ്ങനെ വരാമെന്ന് അറിയില്ല, അതുപോലെ ഒരു റോബോ ചിട്ടി പോലെ ആവണം നിങ്ങൾ ബയോളജിയുടെ കാര്യത്തിൽ. അപ്പം ഇനിയും ഞാനിനി വായിച്ചു കഴിഞ്ഞു എന്ന് ഓർത്തിരിക്കുക, അത് ഇനിയും കുറേ തവണ NCERT ബയോളജി വായിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഡയഗ്രാംസ് നോക്കുക, സമ്മറി പോയിന്റ്സ് നോക്കുക, ആ ഡയഗ്രാമിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് സെറ്റാക്കുക. ബയോളജിക്ക് അത്രയും ചെയ്താൽ മതി. പിന്നെ കെമിസ്ട്രിയിൽ നമുക്കറിയാം ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കൽ ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി സെയിം ആസ് ഫിസിക്സ്. നമ്മുടെ ഫിസിക്സിലെ പോലെ ഫോമുലാസ് വായിച്ച് ഫോമുലാസൊക്കെ റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ്, സ്റ്റാർ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, PYQs ചെയ്യുക. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി നമുക്കറിയാലോ, ഇക്വേഷൻസ്, റിയാക്ഷൻസ്, നെയിംഡ് റിയാക്ഷൻസ് എസ്പെഷ്യലി ഇതൊക്കെ നോക്കുക. നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്തോ, അല്ലെങ്കിൽ മതിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. റിയാക്ഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇനോർഗാനിക് അത് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ല NCERT തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇരുന്നാൽ മതി.